ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമായിട്ടാണ്. നല്ല പൂവ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കാരക്ക അടയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 20 ഈന്തപ്പഴം അഥവാ കാരയ്ക്ക കുരുവെല്ലാം കളഞ്ഞിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള വാൾനട്ടാണ്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടയുടെ ഫില്ലിങ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാനിവിടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ പൊടി നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോകട്ടെ. ഇതാ പൊടിയുടെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയതിനു ശേഷം ഞാനിത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഞാനിതൊരു 9 ബോളുകളാക്കി ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കണം. ഞാനിവിടെ പത്തിരി പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത്. ആദ്യം പത്തിരി പ്രസ്സിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു ഉരുള വെച്ച് കൊടുക്കാം. ശേഷം ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നന്നായിട്ട് കട്ടി കുറച്ച് പരത്തണ്ട, ചെറിയൊരു കട്ടിയോടെ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ, കൈകൊണ്ട് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. ശേഷം ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അരികെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഈ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം പ്രസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് തട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഈ തട്ടിലെല്ലാം ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് അട വെച്ച് കൊടുക്കാം. വളരെയേറെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു കാരക്ക അട റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാനിവിടെ 2 തട്ടുകളിലും അട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടയ്ക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അട എന്തായെന്ന് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള കാരക്ക അട റെഡി. നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയതിനു ശേഷം മാത്രം ഇത് തട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. നല്ല പൂവ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാരക്ക അടയാണിത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി കാരക്ക അട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.